നമസ്കാരം സുഹൃത്തുക്കളെ. ഞങ്ങളുടെ നാട്ടിൽ കുളത്തൂർമൊഴി ദാമോദരൻ നായർ എന്ന് പറയുന്ന ഒരു ആനവൈദ്യനുണ്ടായിരുന്നു. ഭയങ്കര പ്രശസ്തനായിരുന്നു കേട്ടോ. എത്രയോ നാടുകളിൽ നിന്നൊക്കെ ആനകളെ അവിടെ കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും അവരുടെ ആ പറമ്പിൽ ആനകളെ കാണും. ഈ ചികിത്സിക്കാൻ കൊണ്ടുവരുന്ന ആനകളെ, മതവിളങ്ങിയ ആനകളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഈ എരടക്കെട്ട് എന്താണ്ടൊക്കെ ഒത്തിരി ചികിത്സ അവിടെ ഉണ്ടായിരുന്നു. എനിക്കതിൽ കേട്ടതിനകത്ത് ഒന്ന് രണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് ഒത്തിരി ആനകൾ. അപ്പം അന്നൊക്കെ എൻ്റെ കൂട്ടുകാരിയുടെ അപ്പൂപ്പൻ്റെ അനിയനാണ് ഈ ആനവൈദ്യൻ. അപ്പം അവൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവളെയൊക്കെ കൊച്ചിലെ ഇതുപോലെ പേടി മാറാൻ വേണ്ടി ആനയുടെ അടിയിൽ കൂടെ കാലിൻ്റെ 4 കാലിൻ്റെ ഇടയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ ആരെങ്കിലും കൈ പിടിച്ച്, അതും ഒരു കൊച്ചു കുട്ടികളെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല, ഒരു 4-5 വയസ്സിൽ പിള്ളേർക്ക് പേടിയൊക്കെ തോന്നി തുടങ്ങിയത്. ഇപ്പോൾ ഈ കൈക്കുഞ്ഞുങ്ങൾക്ക് എന്ത് പേടിയാണ്, അവരെന്നാ കണ്ടിട്ടാണ് പേടിക്കുന്നത്, വലിയ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പേടിക്കും. അപ്പോൾ പേടി മാറാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാനന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഈ പേടി മാറാൻ കുട്ടികളെ അവിടെ കൊണ്ട് ഇതുപോലെ ആനയുടെ അടിയിൽ കൂടി ഇങ്ങനെ നടത്തിക്കും എന്നൊക്കെ അന്നൊക്കെ അപ്പോൾ അവളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവളും ഇങ്ങനെ പറയും അവളെ ഇങ്ങനെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് വർഷം, അതായത് ഏകദേശം ഒരു 10-40 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം. അതായത് 6 മാസം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി, അതിനെ ആദ്യം ആ 4 കാല് ഒരുത്തൻ അതിൻ്റെ 4 കാല് ആനയ്ക്കടിയിൽ കൂടെ, അതും ഓർക്കണം 2 മാസമായിട്ട്, അതായത് പാപ്പാനെ കുത്തിക്കൊന്നിട്ട് 2 മാസമായിട്ട് അഴിക്കാത്ത ആനയുടെ അടിയിൽ കൂടിയാണ് ഈ സാഹസമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ ആനവൈദ്യൻ്റെ ഒക്കെ അവിടെ നല്ല ഈ പറഞ്ഞ പോലെ സുഖ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്ന ആനകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആനയുടെയൊക്കെ അടിയിൽ കൂടെയാണ് അത് ചെയ്തിരുന്നത്. അല്ല ഇതുപോലെ വധപ്രാന്ത് എടുത്ത ആനയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആനയുടെ ഒന്നും അടിയിൽ കൂടെ ഒന്നും അല്ല. അത് വളരെ സുരക്ഷിതമായിട്ട് അത്രമേൽ ഇണങ്ങിയുള്ള ആനകളുണ്ട് അവിടെ, അതിൻ്റെയൊക്കെ അടിയിൽ കൂടെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. അല്ലാതെ ഈ മതപ്രാന്ത് പിടിച്ച ആനയെ അല്ലെ ചികിത്സയ്ക്ക് കൊണ്ടിരുന്ന ആനയുടെ അടിയിൽ കൂടെ ഒന്നും അല്ല അന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ആനയുടെ അടിയിൽ കൂടെ, അതായത് 2 മാസമായിട്ട് അഴിക്കാതെ നിൽക്കുന്ന, അതായത് പാപ്പാനെ കുത്തിക്കൊന്ന ആനയുടെ അടിയിൽ കൂടെ സ്വന്തം കുഞ്ഞിനെ കൊടുക്കാൻ അയാൾ കാണിച്ച ധൈര്യം, സത്യം പറഞ്ഞാൽ ചാൾസ് ശോഭരാജിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. 4 മാസം 5 മാസം 6 മാസം അല്ലേ, 6 മാസം പ്രായമായ കുട്ടി, ചോറ് കൊടുക്കാൻ കൊണ്ടുവന്ന കുട്ടിയാണ് ഹരിപ്പാട്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാഹസം പോരാഞ്ഞിട്ട് ആ കുഞ്ഞിനെ എടുത്ത് അതിൻ്റെ ആ ആനയുടെ കൊമ്പയിലിരുത്തുന്നു. ആ കൊമ്പൊന്ന് കുലുക്കിയാൽ പോരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊമ്പയിൽ ഇരുത്താൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പിന്നുണ്ടായ സംഭവം, ആ കൊച്ചു അയാളുടെ കയ്യിൽ താഴെ പോകുന്നു. അതായത് അവന് ഒരു ലെവലും ലെക്കാണോ ഇല്ലാത്ത ഒരുത്തൻ്റെ കയ്യിലായിരിക്കും ഈ കൊച്ചിനെ കൊടുത്ത്, അല്ലെ കൊച്ചു താഴെ പോയിട്ട് ഒരു പാവക്കുട്ടി താഴെ വീഴുന്ന പോലാണ് അത്